LDF സ്ഥാനാർത്ഥി UR പ്രദീപ് ചേലക്കരയിൽ ഉജ്ജ്വലമായ വിജയം ഏറ്റുവാങ്ങുമ്പോൾ അതിന് ചുക്കാൻ പിടിച്ചവരിൽ കെ രാധാകൃഷ്ണന്റെ പേര് എടുത്തു പറയേണ്ടതാണ്. അദ്ദേഹം നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഇപ്പോൾ ഗംഭീരമായൊരു വിജയം ഉണ്ടായിരിക്കുന്നു. ഈ ഘട്ടത്തിൽ എന്താണ് പറയാനുള്ളത്? തീർച്ചയായും ഞങ്ങൾ നേരത്തെ തന്നെ പറഞ്ഞ കാര്യം തന്നെയാണ്. ഈ തെരഞ്ഞെടുപ്പ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ചേലക്കരയിൽ ഉജ്ജ്വല വിജയം ഉണ്ടാകുമെന്നും അത് വരുന്ന തെരഞ്ഞെടുപ്പിൽ, അതായത് 2026 അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് മൂന്നാം തവണയും കേരളത്തിൽ അധികാരത്തിൽ വരാനുള്ള അവസരമൊരുക്കുമെന്നും പറഞ്ഞിരുന്നു. അതുതന്നെയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിച്ച സഖാവ് UR പ്രദീപ് വലിയ ഭൂരിപക്ഷത്തോടുകൂടി ഇവിടെ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ LDF പ്രതീക്ഷിച്ചൊരു ഭൂരിപക്ഷമാണോ, അതിലപ്പുറമുള്ളൊരു ഭൂരിപക്ഷം നേടാൻ സാധിച്ചിട്ടുണ്ടോ? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രതീക്ഷിച്ച ഭൂരിപക്ഷം തന്നെയാണ്. ഞങ്ങൾ നേരത്തെ കണ്ടെത്തിയ ഭൂരിപക്ഷത്തിന്റെ അടുത്ത് തന്നെയാണ് ഈ ഭൂരിപക്ഷം എത്തിയിരിക്കുന്നത്. നിരവധി രാഷ്ട്രീയ ആരോപണങ്ങൾ ഉയർന്ന ഒരു ഉപതെരഞ്ഞെടുപ്പ് കൂടിയായിരുന്നു. UDFന്റെ ഭാഗത്തു നിന്നും LDFനെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ, ഭരണവിരുദ്ധ വികാരം ചേലക്കരയിൽ പ്രകടമാകുമെന്നുൾപ്പെടെയുള്ള ആരോപണങ്ങൾ. പക്ഷേ ഗംഭീരമായ വിജയം നേടിയിരിക്കുന്നു. ഇതൊരു രാഷ്ട്രീയ മറുപടിയാണോ? തീർച്ചയായിട്ടും ഇത് രാഷ്ട്രീയമായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പ് നോക്കിക്കാണുന്നത് എന്നാണ് UDF പറഞ്ഞത്. ഞങ്ങളും അതേ നാണയത്തിൽ തന്നെയാണ് തിരിച്ചു പറഞ്ഞത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ 8.5 വർഷക്കാലത്തെ ഭരണത്തെ വിലയിരുത്താൻ തന്നെയാണ് ഞങ്ങളും ജനങ്ങളോട് പറഞ്ഞത്. UDFന്റെ ഭരണത്തെക്കുറിച്ചും LDFന്റെ ഭരണത്തെക്കുറിച്ചും ജനങ്ങൾ നല്ലപോലെ താരതമ്യം ചെയ്തുകൊണ്ട് തന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിജയിപ്പിക്കാൻ വേണ്ടി തയ്യാറായത്. അപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി 8.5 വർഷമായി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ നാടിന്റെ വികസനത്തെക്കുറിച്ചും അതുപോലെ തന്നെ ജനങ്ങളുടെ ക്ഷേമത്തെക്കുറിച്ചും നല്ല കാഴ്ചപ്പാട് മുന്നോട്ട് വെച്ചുകൊണ്ടാണ് പോകുന്നത്. ഇനി കേരളം എങ്ങനെ മുന്നോട്ട് പോകണം, വളരണം, അതിന്റെയും കാഴ്ചപ്പാട് മുന്നോട്ട് വെക്കുകയാണ്. താങ്കളുടെ പിൻഗാമി ആയി കൂടിയാണ് UR പ്രദീപ് ചേലക്കരയുടെ നായകനായി വരുന്നത്. ആ ഒരു സ്നേഹം കൂടിയാണോ ഈ തെരഞ്ഞെടുപ്പ് പ്രതിഫലിച്ചത്? അങ്ങനെ പിൻഗാമി മുൻഗാമി എന്നുള്ള ഒരു വേർതിരിവ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചില്ല. ഓരോ സഖാക്കൾക്കും ഓരോ സമയത്തും ഓരോ ഉത്തരവാദിത്വങ്ങൾ ഏൽപ്പിക്കും. അവിടെ പാരമ്പര്യമായിട്ട് കിട്ടുന്ന ഒന്നല്ല. പിൻഗാമി എന്നൊക്കെ പറയുമ്പോൾ അതിന്റെ എന്തോ പാരമ്പര്യമായിട്ട് കിട്ടുന്ന അങ്ങനെ പാരമ്പര്യമല്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. അത് ഓരോ ഘട്ടത്തിലെയും രാഷ്ട്രീയമായിട്ടുള്ള ഇടപെടലായിട്ടാണ് ഇതിനെല്ലാം നോക്കിക്കാണേണ്ടത്. ചേലക്കരയിൽ UDFനുണ്ടായിരിക്കുന്ന തിരിച്ചടിയോട് എന്താണ് ഒരു പ്രതികരണം? തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞല്ലോ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മൂന്നാം തവണയും നമ്മുടെ കേരളത്തിൽ അധികാരത്തിൽ വന്നുകൊണ്ട് ചരിത്രം തിരുത്തി കുറിക്കാൻ വേണ്ടി പോവുകയാണ്. അതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും വലിയ പ്രാധാന്യം. ഈ അൻവറിന്റെ DMK പാർട്ടിയുടെ സാന്നിധ്യം സർക്കാരിനെതിരെ വലിയ തിരിച്ചടിയാകും ചേലക്കരയിൽ എന്നൊക്കെ അവരുടെ വലിയ അവകാശവാദം ഉണ്ടായിരുന്നു. അതെ, UDFും BJPയും അതുപോലെ തന്നെ അൻവറുടെ പാർട്ടിയും എല്ലാം തന്നെ ഇടതുപക്ഷത്തെ തകർക്കുന്ന ലക്ഷ്യം വെച്ചുകൊണ്ടാണ് കുപ്രചരണങ്ങൾ നടത്തിയത്. ആ കുപ്രചരണം, കള്ളപ്രചാര വേലകളുമെല്ലാം ജനങ്ങൾ നല്ലപോലെ തിരിച്ചറിഞ്ഞു. കഴിഞ്ഞ 1996 ശേഷം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ ഈ മണ്ഡലത്തിൽ നടത്തിയ ഓരോ വികസന പ്രവർത്തനങ്ങളും ജനങ്ങൾ നേരിട്ട് മനസ്സിലാക്കുന്നതാണ്. പ്രധാനമായിട്ട് അവർ ആക്ഷേപിച്ചത് നമ്മുടെ നാട്ടിൽ മറ്റ് വികസന പ്രവർത്തനങ്ങൾ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ല. ഇപ്പോൾ നമ്മുടെ ഗ്രാമീണ റോഡുകളിലെ സ്ഥിതി കുറച്ച് മോശമാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ 614 കോടി രൂപയുടെ ജൽജീവൻ പദ്ധതിയാണ് നടപ്പിലാക്കുന്നത്. ആ ജൽജീവൻ പദ്ധതി നടപ്പിലാക്കുന്നത് റോഡിലൂടെ പൈപ്പ് സ്ഥാപിച്ചുകൊണ്ടാണ് ഈ ജൽജീവൻ പദ്ധതി നടപ്പിലാക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ഗ്രാമീണ റോഡുകളെല്ലാം പൊളിക്കുകയുണ്ടായി. പൊളിച്ചതിന് ശേഷം അതിന്റെ പണി പൂർത്തീകരിക്കുന്നതിന് കുറച്ച് കാലതാമസം നേരിട്ടുണ്ടായിരുന്നു. അതിന്റെ പ്രധാന കാരണം കേന്ദ്ര ഗവൺമെന്റ് നൽകേണ്ട വിഹിതം നമ്മുടെ സംസ്ഥാനത്ത് തന്നിട്ടില്ല. മിനിഞ്ഞാന്ന് നമ്മുടെ മുഖ്യമന്ത്രി MP-മാരുടെ യോഗം വിളിച്ചു കൂട്ടിയിരുന്നു. അതിൽ നമ്മൾ ആവശ്യപ്പെടുന്നത് നമ്മുടെ നിലവിലുള്ള ജലനിധി പദ്ധതികളെല്ലാം പൂർത്തീകരിക്കണമെങ്കിൽ 17,400 കോടി രൂപ ആവശ്യമാണ്. അത്രയും പൈസ കേന്ദ്ര ഗവൺമെന്റ് നൽകാനുണ്ട്. അത് നൽകണമെന്നാണ് നമ്മൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും അതോടുകൂടി നമ്മുടെ ഗ്രാമീണ റോഡുകളിലെ എല്ലാം തന്നെ ഇന്നുള്ളതിന്റെ സ്ഥിതി മാറ്റി മെച്ചപ്പെടുത്താൻ പറ്റും. അതോടൊപ്പം തന്നെ കേരളത്തിലെ ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റ് തീരുമാനിച്ചിട്ടുണ്ട് 1000 കോടി രൂപയുടെ ഗ്രാമീണ റോഡുകൾ പുനരുദ്ധരിക്കാൻ വേണ്ടിയുള്ള തീരുമാനമെടുത്തിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഓരോ അസംബ്ലി മണ്ഡലത്തിലും ചുരുങ്ങിയത് 30 റോഡുകളെങ്കിലും അതിന്റെ നിർമ്മാണം ആരംഭിക്കാൻ ലിസ്റ്റ് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ ലിസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ
നമ്മുടെ ഈ ചേലക്കരയിലെ 30 റോഡുകളിലെ പണി പൂർത്തീകരിക്കാം. അതല്ലാതെ പൊതുമരാമത്ത് റോഡുകളെല്ലാം തന്നെ നിർമ്മാണം പുരോഗതിയിലാണ്. സാധാരണഗതിയിൽ മഴക്കാലത്ത് നിർമ്മാണം പുരോഗതിയിലെത്തില്ല. സ്വാഭാവികമായിട്ട് എല്ലാവർക്കും അറിയാം. നവംബർ, ഡിസംബർ, ജാനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ മാസങ്ങളിലാണ് നമ്മുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പ്രധാനമായിട്ട് വന്നത്. ഇപ്പം നിങ്ങൾ വരുന്ന വഴി കണ്ടില്ലേ, അതായത് ചെറുതുരുത്തി നിന്ന് പൊന്നാനിക്ക് പോകുന്ന റോഡ്, അതിന്റെ വ്യത്യസ്ത ഘട്ടങ്ങളിലെ പണി പൂർത്തീകരിച്ചു. ഈ റോഡിന് പ്രത്യേക എന്താണെന്ന് വെച്ചാൽ ഭാരതപ്പുഴ തൊട്ടടുത്താണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ചില ഭാഗങ്ങൾ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, അതിനേക്കാൾ കൂടുതൽ പണി വേണ്ടിവരും. ചില പോർഷൻ പണി പൂർത്തീകരിക്കാൻ വേണ്ടിയുള്ള താമസമുണ്ട്. അത് നബാർഡിന്റെ വർക്കായിരുന്നു. നബാർഡിന്റെ വർക്കിന്റെ കാലാവധി കഴിഞ്ഞ ജൂൺ 30 തീർന്നിട്ടും പണി നിർത്തിയില്ല, പണി മുന്നോട്ട് കൊണ്ടുപോയി. അത് മാത്രമല്ല, അതിന്റെ പണം കണ്ടെത്താൻ വേണ്ടി സംസ്ഥാന ഗവൺമെന്റിനെ സമീപിച്ചു. 7,52,00,000 രൂപ അതിന് അനുവദിക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് പണി ഇപ്പോൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. യു ആർ പ്രദീപിന്റെ വിജയം ഉണ്ടായപ്പോ എല്ലാവരും കാത്തിരുന്നത് താങ്കളുടെ ഒരു പ്രതികരണത്തിനാണ്. താങ്കൾ ഫേസ്ബുക്കിൽ കുറിച്ചത് ചേലക്കര ചെങ്കോട്ടയാണ് എന്നാണ്. ഞാൻ പറഞ്ഞല്ലോ, 96-ന് ശേഷം 6 തെരഞ്ഞെടുപ്പുകൾ നടന്നിരുന്നു. ആ 6 തെരഞ്ഞെടുപ്പുകളിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് വിജയിച്ചത്. 7ാം തെരഞ്ഞെടുപ്പിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തന്നെ വിജയിക്കുമെന്ന് തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ ഞാൻ പറഞ്ഞിരുന്നു. അതായത് 7ാം തവണയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജയിച്ചുകൊണ്ട് ചേലക്കരയുടെ ചരിത്രം അത് നമ്മുടെ കേരളത്തിൽ രേഖപ്പെടുത്തുമെന്ന് പറഞ്ഞു. അത് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ടിലൂടെ സംഭവിച്ചിരിക്കുന്നത്. എന്തായാലും ചേലക്കരയിലെ വിജയത്തിന്റെ ആഘോഷത്തിലാണ് LDF. കെ രാധാകൃഷ്ണൻ ആവർത്തിക്കുന്നു, ചേലക്കര ചെങ്കോട്ട തന്നെയാണ്. യു ആർ പ്രദീപിന് അഭിവാദ്യങ്ങൾ അർപ്പിക്കാൻ നൂറുകണക്കിന് ആളുകൾ വഴിയോരങ്ങളിൽ കാത്തു നിൽക്കുന്നു. ഗംഭീരമായ ആഘോഷ പരിപാടികളിലേക്ക് LDF കടന്നിരിക്കുന്നു. വീഡിയോ ജേർണലിസ്റ്റ് പ്രദീപ് കുമ്പടിക്കൊപ്പം റിപ്പോർട്ടർ അലി അക്ബർ ഷാ, ഇൻ റിപ്പോർട്ടർ, ചേലക്കര.